ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ, ഫ്രൈഡേ ആണ്, മെയ് ദിനമാണെന്ന്. ഇന്ന് നമുക്ക് ഓഫാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ പാൽ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സോ എങ്ങനെ സെറ്റ് ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പുട്ടിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ 4 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പാലാണ് കേട്ടോ. പാൽ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. തിളപ്പിക്കാതെയാണോ തിളപ്പിച്ചിട്ടാണോ ഒഴിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. എങ്കിലും ഞാൻ തിളപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് തിളപ്പിച്ച പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ആൻഡ് ദെൻ ഇതിലേക്ക് കുറച്ച് ഒരു അരമുറി തേങ്ങ ഫുൾ ചിരകിയത് ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയും വെച്ചിട്ട് എങ്ങനെയാകുമെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ചും കൂടി പാലൊഴിയാം, കുറച്ച് കുഴമ്പ് പരുവത്തിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. പുട്ടുപൊടി നന്നായി. അപ്പോൾ നമ്മളിതേ സംഭവമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നാണ് പറയുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമല്ല, പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസും കൂടി ഇടേണ്ടതായിരുന്നു, പക്ഷെ നമ്മുടെ പക്കലിപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കാഷ്യൂ നട്ട്സ് മാത്രം ഇട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ സംഭവം പ്ലേറ്റിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പാൽപുട്ട് വയ്ക്കാനുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ. അപ്പം എണ്ണ ഒഴിച്ച് നന്നായിട്ട് തടവി ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ അരിവും കൂടി ചേർത്ത് തടവാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ പിടിച്ചാലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സംഭവം വെച്ച് കൊടുക്കാം. നമ്മുടെ പാൽപുട്ടൊക്കെ ഡ്രൈ പുട്ട് പോലെയായിരുന്നു തോന്നണേ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് പ്ലേറ്റ് ചെയ്യാം പ്രോപ്പറായിട്ട് കേട്ടോ. നമുക്ക് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൽപുട്ടിൻ്റെ സംഭവം ശരിയായിട്ടുണ്ട്. നമുക്കിത് മോൾഡ് അപ്പോൾ അതേ നമ്മുടെ പാൽപുട്ട് ഞാനിത് ഇങ്ങനെ ഒരു വലിയ പാത്രത്തിലേക്ക് അമർത്തിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു കയ്യിലിട്ട് 2 കൊട്ട് കൊട്ടി അപ്പോഴത്തേക്കും ആ സംഭവം താഴെ വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽപുട്ട്. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽപുട്ട്. അപ്പോൾ അതേ നമ്മുടെ പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് പറഞ്ഞ പാൽപുട്ട്. ഞാൻ ഡയറക്റ്റ് ആ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ കമത്തുമായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാന്ന് തോന്നുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. കൊള്ളാം കേട്ടോ. ഞാൻ അത്ര മധുരം ഇട്ടിട്ടില്ല, കുറച്ചുകൂടി മധുരം ഇട്ടായിരുന്നെങ്കിൽ നല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല പാലിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽപുട്ട് കേട്ടോ. അട്ടയപ്പം പോലെ തന്നെ ഇരിക്കും. നമുക്ക് ഇങ്ങനെ ഞാൻ ആ മറ്റേ കുഞ്ഞിപ്പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് ഒരു കമത്തലും നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അത് സംഭവം ടേസ്റ്റിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം അടിപൊളിയാണ് കേട്ടോ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ. സിമ്പിളാണ്. നമ്മുടെ പാല് പോലെ തന്നെ, നമ്മുടെ നോർമൽ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. സോ ഡു ട്രൈ.